നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മറൈൻ വേൾഡ് അക്വേറിയത്തിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ സെറ്റൊക്കെ ഭയങ്കരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫുൾ സെൻട്രലൈസ്ഡ് AC ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ആർട്ട് ഗാലറിയിലേക്ക് കയറിയ പോലെ കേട്ടോ എനിക്ക് ഫീലായത്. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട്. ഞങ്ങളിപ്പോൾ ഈ പോകുന്ന നേരം തിരക്ക് എന്തോ കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ. സ്നോ ബേസ് തീമിലാണ് കേട്ടോ ഇവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്ലവറിങ്ങും കാര്യങ്ങളും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പേസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസും കൂടെയാണ് കേട്ടോ ഇവിടെ. ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 130 രൂപ കേട്ടോ. പിന്നെ ഞാൻ സ്പോട്ട് പറയാൻ മറന്നു. നമ്മുടെ മലപ്പുറം ജില്ലയിൽ വേങ്ങരയിൽ സഭ സ്ക്വയറിലാണ് കേട്ടോ ഇതുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊന്നും നമുക്ക് നമ്മുടെ കടലിൽ പോയാലൊന്നും നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ചകളാണ് ഇവരിവിടെ റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കി തന്നത്. മാക്സിമം ഇവിടെ പോയി കാണും കേട്ടോ. പിന്നെ നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ടണലിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഉള്ളതാണ് നമുക്ക് പല അക്വേറിയങ്ങളും അവിടെ ഉണ്ടായിരുന്നു. വലിയ അക്വേറിയങ്ങളാട്ടോ. നമ്മൾ കാണാത്ത ഒരുപാട് മീനുകളും ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നിൻ്റെ പേര് എനിക്കറിയില്ല. ഞാനൊക്കെ അത്രത്തോളം നോക്കി നിന്നിട്ടുണ്ട്. കാരണം മീനുകളെ കാണുമ്പോൾ ഒരു സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരുപാട് സൈസ് മീനുകളാട്ടോ. സൈസിൻ്റെ വലിപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ശരിക്കും അത്ഭുതമായി പോകും കേട്ടോ. ഇത്രത്തോളം മീനുകളൊക്കെ നമുക്കറിയാത്തുണ്ടോ? നമ്മളറിയാത്തതിനെക്കാട്ടും കൂടുതൽ മീനുകൾ കടലിലുണ്ട്. അതിൽ കുറച്ചെങ്കിലും നമുക്ക് കാണാൻ പറ്റി അറിയുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെയാണ് അതൊക്കെ. പറ്റുന്നവരൊക്കെ പോയി കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലീനെയും കൊണ്ടുപോകാൻ അധികം ശ്രമിക്കുക. കാരണം ഫാമിലിക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. കൊച്ചു പിള്ളേരാണ് നമ്മളെക്കാട്ടും കൂടുതൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് കേട്ടോ. അവർക്ക് മീനുകളോട് എന്താ അറിയില്ല, ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഇപ്പോൾ പ്രായമൊന്നുമില്ല, ചെറിയ പിള്ളേർക്കാണ് നമ്മളെക്കാട്ടും ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കടലിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മൾ കടലിൽ പോയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. മാക്സിമം അതവരിവിടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുന്നിടത്തോളം ഉണ്ട്. എനിക്ക് ആകെപ്പാട് അറിയാവുന്ന കുറച്ച് മീനുകളുണ്ട്. കെപ്പീസിനൊന്നും ഞാനിവിടെ കണ്ടില്ല കേട്ടോ. ഗോൾഡ് ഫിഷ് ഉണ്ട്, പിന്നെ അരാപ്പയ്മ, അങ്ങനെ പോലുള്ള കുറച്ച് മീനുകളൊക്കെ എനിക്കറിയുന്നുണ്ട്. അങ്ങനെ എനിക്കറിയുന്ന മീനുകളൊക്കെ കണ്ടു. അറിയാത്തതാണ് കൂടുതലുള്ളത്. എല്ലാം ഞാൻ ആസ്വദിച്ച് വളരെ ടൈം എടുത്ത് ആസ്വദിച്ചിട്ടാട്ടോ ഞാൻ ഓരോന്നും കവർ ചെയ്തെടുക്കുന്നതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ടണൽ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ടണൽ പൊട്ടി നമ്മുടെ മേത്ത് വെക്കുമോ, അല്ല ടണലിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ ഇറങ്ങണോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മളിവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ നമുക്ക് കിട്ടിയത്. എന്തായാലും അടിപൊളിയാണ്. ഞാൻ പേടിച്ച പോലത്തെ ഒരു കുഴപ്പമില്ല. നെഗറ്റീവ് സൈഡാണ് ഞാൻ വിചാരിച്ചത്, അതൊന്നും ഇവിടെ ഇല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉള്ളത് കുറച്ച് നേരമാണെന്നുണ്ടെങ്കിൽ പോലും അത്രയും നേരം എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ലൈഫിൽ. ഇങ്ങനത്തെ ചാൻസൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും മിസ്സാക്കരുത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ക്യാഷിനുള്ള ഇതൊന്നും ഇല്ല, കുറച്ച് നേരമേ ഉള്ളൂ, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഒഴിവാക്കും. പക്ഷേ ഈ ഒരു നേരത്തെ ഒരു സന്തോഷം നമുക്ക് ഈ ഇത്രയും പൈസ കൊടുത്താൽ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളത് യൂസ് ചെയ്തിട്ട് ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക. ഇത്തരത്തിലുള്ള സ്പോട്ടൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാത്രി കൂടുതൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ മെർമെയ്ഡിൻ്റെ കാര്യമൊന്നും ഞാൻ പറയണ്ട. എങ്ങനെയാണ് അവർ ഇത്രയും മണിക്കൂറുകളില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ട് അവർ ഷോസൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയൊക്കെ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇവരെന്തായാലും നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റൂ. അത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് അവർ ചെയ്യിക്കുന്നുണ്ട്.